വ്യൂവേഴ്സ്, ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. എന്റെ സാമ്പിളിംഗ് റൂം ആട്ടോ, ഈ കിടക്കുന്ന മുഴുവൻ എന്റെ സാമ്പിൾസ് ആണ്. ആൻഡ് മെയിൻ തിങ് ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, എനിക്കെതിരെയും എന്റെ സ്ഥാപനത്തിനെതിരെയും ഇപ്പോൾ സൈബർ ബുള്ളിയിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആരൊക്കെയോ കുറെ പേര് ചേർന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പറ്റിക്കലാണ്, ഫേക്കാണ്, കോടികളുടെ തട്ടിപ്പെന്നൊക്കെയുള്ള തമ്മനയിൽ യൂസ് ചെയ്ത് ഓരോരുത്തർ ചെയ്യണ കണ്ടാലും പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫേക്ക് ന്യൂസസ് ആണ് പ്രചരിക്കുന്നത്. ഞങ്ങളിത് നിയമപരമായി നേരിടും. ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറായിട്ട് ആലോചിച്ച് ഞങ്ങൾക്കെതിരെ ഇഹ ഡിസൈൻസ് എന്ന കമ്പനിക്കെതിരെ നടത്തുന്ന ഈ ഒരു ഫേക്ക് ന്യൂസ് പ്രചരണം ഞങ്ങളത് ലീഗലി തന്നെ മൂവ് ചെയ്യും. അപ്പം ഞാനിത് ഇപ്പൊ അത് പറയാനുള്ള റീസൺ ഞാൻ കസ്റ്റമേഴ്സിനോടാണ്. കാരണം ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് പേയ്മെന്റ് അടച്ച് അവരുടെ പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത ആളുകൾക്ക് ഉള്ളിൽ ഒരു കൺഫ്യൂഷനോ ഒരു പേടിയോ ഉണ്ടാവും. നമ്മളുടെ രീതിയിൽ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്തിടുന്ന ആളുകൾക്ക് ഒരു പേടി വരരുതും, അവരാരും പാനിക് ആവരുതും എന്നുള്ളൊരു ഇന്റൻഷനിലും മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അല്ലാണ്ട് ഈ മറ്റേ ഫേക്ക് ന്യൂസസ് പ്രചരിപ്പിക്കുന്ന ആളുകളെ പേടിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഇവിടെ ചെയ്യുന്ന എല്ലാ ബിസിനസ്സും കാര്യങ്ങളും പൂർണ്ണമായും ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങളുടെ പേയ്മെന്റ് പോവുകയോ നിങ്ങളുടെ പ്രോഡക്റ്റ് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയോ തോന്നുന്ന പക്ഷം എൻ്റെ സ്ഥാപനം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം. ഞാനിവിടെ ഉണ്ട്. 200-ലധികം പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് ഒരു ഞായറാഴ്ച പോലും ഓഫില്ലാണ്ട് എല്ലാ ദിവസവും ഞാനും എൻ്റെ ടീമും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ സെക്യൂരിറ്റി എനിക്ക് തരാനില്ല നിങ്ങൾക്ക്. ഇത്രയും വലിയൊരു സെക്യൂരിറ്റിയാണ് ഇഹ ഡിസൈൻസ് എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനം നിങ്ങൾക്ക് തരുന്നത്. അറിയുന്ന ഇപ്പൊ കുറെ പേരെങ്കിലും അറിഞ്ഞാണ്. എനിക്ക് പേഴ്സണലി കുറെ പേര് മെസ്സേജസ് അയച്ചു തന്നു. ഒരു കസ്റ്റമറുടെ കംപ്ലൈന്റ് ആയിരുന്നു മെയിൻലി. അത് അവർ ജെന്യൂൻ കസ്റ്റമർ ആണ്. 2500 രൂപയുടെ സാരി എൻ്റെ കയ്യിൽ നിന്ന് പ്രീ ബുക്ക് ചെയ്തിട്ട് അവർക്ക് ഓഫ് വൈറ്റിന് പകരം വൈറ്റ് ആണ് സെൻഡ് ചെയ്തത്. അപ്പോൾ മേ ബി അത് ഓഫ് വൈറ്റും വൈറ്റും തമ്മിൽ വലിയ വേരിയേഷൻ സ്റ്റാഫിന് തോന്നി കാണത്തില്ല. അത് അങ്ങനെ അയച്ചതായിരിക്കും. പക്ഷെ ഞങ്ങള് കംപ്ലൈന്റ് ആണ്, കസ്റ്റമർ ഓഫ് വൈറ്റ് കളറല്ല വൈറ്റ് ആണ് റിസീവ് ആയതെന്ന് പറഞ്ഞപ്പോൾ 100-300 പേര് ഇരുന്ന് ചെയ്യണ വർക്ക് അല്ലേ, നമ്മൾക്ക് മിസ്റ്റേക്സ് വരാം, മനുഷ്യന്മാരല്ലേ. ഓഫ് വൈറ്റിന് പകരം വൈറ്റ് ആണ് കിട്ടിയതെന്ന് അവർ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് തിരിച്ചെടുക്കുകയും അവരുടെ പൈസ റിട്ടേൺ കൊടുക്കുകയും ചെയ്തു. ഇല്ലേ കുട്ടികളെ? കൊടുത്തിട്ടില്ലേ? നമ്മൾ അപ്പൊ ആ കസ്റ്റമറിന് പൈസ കിട്ടി, അത് സോൾവ് ആയ ശേഷമാണ് അവർ ഈ ക്ലാരിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത്. അത് അവരുടെ വകതിരിവാണ്. അതെനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന കസ്റ്റമർ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5-6 പ്രോഡക്റ്റ് എടുത്ത ആളാണ് അല്ലേ? 20+ എടുത്തിട്ടുള്ളതാണ്. അത് എടുത്ത ആള് ഈ പുള്ളിക്കാരി സിസ്റ്ററും രണ്ടുപേരുണ്ട്. സിസ്റ്ററും പിന്നെ ഇവരും കൂടെ ആയിട്ട് ഒരു സിസ്റ്റർ 20ഉം ഇവര് 15+ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അവരുടെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്ട്സ് ആണ്. അത് കാണുമ്പോൾ വിഷമമുണ്ട് കേട്ടോ, ഇത്രയും നമ്മളോട് ഇതായിട്ട്. പിന്നെ ആ പുള്ളിക്കാരിക്ക് ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. പിന്നെ സാരി നമ്മൾ ഡാമേജ് സാരിയാണ് അയച്ചതെന്ന്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഡാമേജ്. ഞാൻ പറഞ്ഞു വന്നത് കസ്റ്റമറിന് വന്ന തെറ്റിദ്ധാരണയാണ്. ശരിയാണ്, അവർക്ക് സാധാരണ കസ്റ്റമർ, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. 2500-ന് ഞാൻ സെല്ല് ചെയ്തു എന്ന് പറഞ്ഞ സാരി ഓഫ് വൈറ്റ് റെഡ് ഇതായിരുന്നു. അവർക്ക് കിട്ടിയത് വൈറ്റ് ആയിരുന്നു. അത് കറക്റ്റ് ആണ്. വൈറ്റും ഓഫ് വൈറ്റും നമ്മുടെ കുട്ടികൾ സോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വീവർ അയച്ചത് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഈ സാരി യൂഷ്വലി 25,000 റേഞ്ച് വരുന്ന പ്യോർ ഹാൻഡ്ലൂം കാഞ്ചിപ്പട്ടിന്റെ ഒരു പെർഫെക്റ്റ് റെപ്ലിക്കയാണ്. കാഞ്ചീപുരം സാരി ഇത് 25,000 എങ്ങനെ ആകുന്നു എന്ന് വെച്ചാൽ, കാഞ്ചീപുരം സാരിയുടെ ബോഡി വീവ് ചെയ്യുന്നതും കാഞ്ചീപുരം സാരിയുടെ പല്ലോ വീവ് ചെയ്യുന്നതും രണ്ടും 2 പാർട്ടായിട്ടാണ്. കൈകൊണ്ട് രണ്ടും വീവ് ചെയ്തു, അത് രണ്ടും കൂടെ യോജിപ്പിക്കുമ്പോൾ അതിന്റെ ഡൈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവില്ല. പക്ഷേ ഇത് പവർലൂമിൽ വീവ് ചെയ്ത് വരുന്ന സാരിയാണ്. പവർലൂമിൽ വീവ് ചെയ്ത് വരുന്ന സാരികൾ ഒരു മെഷീനിൽ 40 to 50 സാരികളാണ് ഡൈക്ക് ശേഷം മെഷീനിൽ വീവ് ചെയ്യാനിരുന്നത്. മെഷീൻ ഇങ്ങനെ കറങ്ങി വരുന്നതിനനുസരിച്ച് കോൺട്രാസ്റ്റ് കളർ ആണെങ്കിൽ പല്ലോ ഏരിയയിലെ ഷെയ്ഡ് ഇതുപോലെ ഇത് കണ്ടോ. ഇപ്പൊ ചില സാരിയിൽ കൂടുതലും ഇതിൽ കുറവാ, ചില സാരിയിൽ കൂടുതലും ഇതുപോലെ പടർന്നിരിക്കും. ഇതിലും ഭയങ്കര ഇതുണ്ട്. ഇതൊക്കെ ഡെസ്പാച്ചിങ്ങിന് വെച്ചിരിക്കുന്ന സാരികളാണ് ഇവിടെ. നാളെ പോകാനുള്ള സാരികളാണ്. ഇപ്പൊ ഇത് ഞാൻ കാണിക്കുന്നത്. നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ കണ്ടോ, ഡെസ്പാച്ചിങ്ങിന് എടുത്തു വെച്ച സാരിയാണ്. ഈ സാരിയിലും ഇത് ഇങ്ങനെ തന്നെ വരിക. ഈ മിഷനകത്ത് ഇത് കറങ്ങുമ്പോൾ ഇതിന്റെ ഡൈ ഇങ്ങോട്ട് പിടിക്കും. ആൻഡ് പവർലൂം സാരീസിൽ ഇറ്റ് ഈസ് നോട്ട് ഡാമേജ്. ഇത് ഡാമേജ് അല്ല. പവർലൂം സാരികൾ ഇതുപോലുള്ള കോൺട്രാസ്റ്റ് സാരികൾ എടുത്ത് ശീലമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഇത് ഡാമേജ് അല്ല. ഡൈ ഇങ്ങനെ ആ പലോ ഏരിയയിൽ സ്പ്രെഡ് ആയിട്ടിരിക്കും. പവർലൂം സാരികൾക്ക് മാത്രമാണോ ഹാൻഡ്ലൂമിന് വരുമോ? യെസ്, ഹാൻഡ്ലൂം സാരികൾക്കും ഇതുണ്ടാവും. കാരണം
25,000 മുകളിൽ അല്ലെങ്കിൽ 20,000 മുകളിൽ വീവ് ചെയ്യുന്ന സാരികൾ 2 പാർട്ടുകളായിട്ട് 2 ടൈപ്പ് ഓഫ് ടീം ആളുകൾ വീവ് ചെയ്തിട്ടാണ് അത് യോജിപ്പിക്കുന്നത്. ദാറ്റ്സ് വൈ അത് എക്സ്പെൻസീവ്. അതുകൊണ്ട് കൈകൊണ്ട് വീവ് ചെയ്യുന്ന സാരികൾ എക്സ്പെൻസീവ് ആവുന്നത് അതുകൊണ്ടാണ്. ഇതിന്റെ പവർലൂം വേർഷൻ നമ്മൾ ഇറക്കുമ്പോൾ ഡൈ ഇങ്ങോട്ട് സ്പ്രെഡ് ആവും. ഇതൊരു സാരിയാണ് ഞാൻ കാണിച്ചത്. ഇതൊക്കെ നാളെ ഡെസ്പാച്ചിങ്ങിന് എടുത്തു വെച്ചിരിക്കുന്ന സാരിയാണ്. ആൻഡ് ഇതൊന്നും ഡാമേജ് റിട്ടേൺ വെച്ചിരിക്കുന്ന സാരികളല്ല. ഇനി ഞാൻ വേണമെങ്കിൽ വീവേഴ്സിന്റെ അടുത്ത് പോയിരുന്നു നിങ്ങളോട് സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇത് കണ്ടോ, ഇതിനകത്ത് കുറച്ച് ഡള്ളായ പോലെ ഇങ്ങോട്ട് ഡാർക്ക് ആയ പോലെ. ഇതിൽ ഡൈ കേട് പിടിച്ചിരിക്കുന്നത് പല്ലോയിലാണ്. പല്ലോയിൽ നിന്ന് സ്പ്രെഡ് ആയതാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. നോക്ക്, ഇത് ഡാമേജ് അല്ല, ഇത് ഡൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവും. ആ കസ്റ്റമറിന് ഒന്നാമത്തെ കാര്യം ആ സാരി കിട്ടിയപ്പോൾ ഡിലേ ആയി, അത് ശരിയാണ്. അത് ദീപാവലി ടൈമിൽ മഴയുമായിരുന്നു. നമ്മളുടെ തമിഴ്നാട് വില്ലേജസിലാണ് ഈ സാരികളെല്ലാം വീവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഇതിന്റെ ഒരു വലിയ ഹ്യൂജ് ഡെസ്പാച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ വലിയ ക്രെഡിറ്റിൽ പറഞ്ഞായിരുന്നു ഇതൊന്നും എല്ലാവർക്കും നടക്കുന്ന സംഭവമല്ല, ഇത് വളരെ ശരിയാണ്. എനിക്ക് അതുപോലെ ഒരു ഹ്യൂജ് ഒരു നെയ്ത്ത് ഗ്രാമം, ഒരു ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി വീവ് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് നെയ്ത്ത് ഗ്രാമം എന്ന് പറയുമ്പോൾ പവർലൂം വീവ് ചെയ്യുന്നതും വീവേഴ്സ് തന്നെയാണ്. പവർലൂമിൽ അതിന് വേണ്ട ത്രെഡും കാര്യങ്ങളും ഡൈ എല്ലാം കഴിഞ്ഞിട്ടാണ് മെഷീനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലെ സെക്ഷൻ ഓഫ് ആളുകൾ നമ്മൾക്ക് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് 2,000-ലധികം 3,000-ലധികം സാരികൾ പവർലൂമിലാണെങ്കിലും ഹാൻഡ്ലൂമിലാണെങ്കിലും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ കസ്റ്റമേഴ്സിന് സപ്പോർട്ട് എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്നത്. അപ്പം ആ കസ്റ്റമർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ ആരെയും ഫേക്കാക്കാനോ പറ്റിക്കാനോ ഇഹാ ഡിസൈൻസോ ഞാനോ എൻ്റെ ടീമോ നിൽക്കുന്നത്. ദർ ഈസ് അവർ അനദർ സാരി. നോക്കിയേ, കണ്ടോ, ഡാമേജ് അല്ല. പല്ലോന്റെ സൈഡിൽ നിന്ന് കളർ ഇങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടിരിക്കും. ഇതൊരിക്കലും ഡാമേജ് അല്ല. ഇങ്ങനത്തെ സാരി നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും, അതായത് ഈ കൈൻഡ് ഓഫ് കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വരുന്ന കുട്ടു വൂവൺ സാരീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഉറപ്പായിട്ടും അത് അങ്ങനെയേ വരുള്ളൂ. ഞാനെന്നല്ല, കേരളത്തിലെ ഇന്ത്യയിൽ വീവ് ചെയ്യുന്ന എല്ലാ PL സാരികളും അങ്ങനെ വരത്തുള്ളൂ. പ്രത്യേകിച്ച് ഇതുപോലുള്ള കോൺട്രാസ്റ്റ് കളറുകളിലാണ്. നേരെ മറിച്ച് ആ റാണി എടുത്ത മോനും ഈ സെയിം സീരീസിൽ വരുന്ന കളറാണ് റാണി. അത് ഓഫ് വൈറ്റ് ആയതുകൊണ്ടാണ് അത്രയധികം വിസിബിലിറ്റി നമുക്ക് മനസ്സിലായത്. കാരണം ഓഫ് വൈറ്റ് കളറല്ലേ. പക്ഷെ ഇത് കണ്ടോ, റാണി ആൻഡ് ഗ്രീൻ പോലുള്ള ഡാർക്ക് കളേഴ്സിൽ പുറത്തേക്ക് അത് അത്രയ്ക്ക് വിസിബിൾ ആകത്തില്ല. കാരണം റാണിയുടെ കളർ ഗ്രീനിലേക്ക് പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് ഇതറിയാത്ത ആളാണ് ഇത് എടുത്തത്. അപ്പം എൻ്റെ സമയക്കേട് എന്ന് വേണം പറയാൻ. ഇതിലുണ്ട്, ഇത് കണ്ടോ, ഗ്രീനിൻ്റെ ഷെയ്ഡിങ് ഇതിൽ കയറി പിടിക്കുന്നുണ്ടോ, ഗ്രീനിൻ്റെ കളർ ഇതിൽ കയറി പിടിക്കും. ഇത് ഡാമേജ് അല്ല. ഇനി ഈ സാരി ഇപ്പം ഈ കാണിച്ച ഈ കോൺസെപ്റ്റ് ഇല്ലേ, ഇത് നിങ്ങളൊരു 25,000 രൂപയ്ക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റോറിൽ പോയി എടുത്തു എന്ന് വിചാരിക്കുക. 25,000 രൂപൻ്റെ കാഞ്ചിപ്പട്ട് അത് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. ആ 25,000-ന്റെ കാഞ്ചീപുരം പട്ട് നിങ്ങൾ കഴുകി നോക്കിയേ, ഈ റെഡ് മുഴുവനും എത്ര പേര് നിന്ന് വീവ് ചെയ്താൽ ആ റെഡ് കളർ മുഴുവനും ബോഡിയിൽ കയറി പിടിക്കും. അതാണ് ഓഫ് വൈറ്റിന്റെ പ്രത്യേകത. ഓഫ് വൈറ്റ് കളറിൽ ഏത് കളറും പെട്ടെന്ന് കയറി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്, പെട്ടെന്ന് പുറത്തേക്ക് വിസിബിൾ ആകുകയും ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞു വന്നതല്ല. അപ്പം ആ പുള്ളിക്കാരി ആ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തു. പുള്ളിക്കാരിയുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടോ പറയുക. പക്ഷെ ഞാനിത് ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ പേരും എൻ്റെ വീഡിയോസൊക്കെ ഉപയോഗിച്ച് അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ലീഗലി തന്നെ നേരിടും. ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ ത്രൂ തന്നെ ഞങ്ങൾ പോകും. അത് നിങ്ങളുടെ മിസ്ലീഡിങ് ആണ്. കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മിസ്ലീഡ് ചെയ്ത് അവർക്ക് പേയ്മെന്റ് തിരിച്ചു കിട്ടി, അവരുടെ പൈസ തിരിച്ചു കിട്ടി, അവർ പ്രൊഡക്റ്റും തിരിച്ചു തന്നു. പിന്നെ ആ വീഡിയോ ഇടുന്നതിൽ അർത്ഥമില്ല, അത് റോങ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യണം. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അതിനെ തുടർന്ന് ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ, എനിക്കൊരു വിഷയമേ അല്ല. ഒരു സൽവാർ വിറ്റ് തുടങ്ങിയവളാണ് ഞാൻ. ഇനി എനിക്ക് അതെങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള കസ്റ്റമർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ആലപ്പുഴയിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. ആലപ്പുഴയുടെ ഹിസ്റ്ററിയിൽ ഇന്ന് വരെ ഒരു ക്ലോത്തിങ് ബിസിനസ് അല്ലെങ്കിൽ ക്ലോത്ത് തിരക്കി ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഒരാൾ പോലും ഇവിടെ നടത്തിയിട്ടില്ല ഇങ്ങനെ ഒരു ബിസിനസ്. അതായത് എൻ്റെ സാരികൾ തിരക്കി അല്ലെങ്കിൽ എൻ്റെ ഡിസൈൻസ് തിരക്കി ഇന്നിവിടെ വരുന്ന 100 കണക്കിന് കസ്റ്റമേഴ്സ് കേരളത്തിന് ചുറ്റുമുള്ള ആളുകളാണ്. ഇവിടെ ആലപ്പുഴയിൽ എൻ്റെ സ്റ്റോറിനടുത്താണ് റോയൽ പാർക്ക് ഹോട്ടൽ. അവിടെ റൂം എടുത്ത് താമസിച്ച് 2 ദിവസം നിന്നൊക്കെയാണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോയി എടുത്തു, കാഞ്ചീപുരത്ത് പോയി എടുത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആലപ്പുഴയിൽ വന്ന് തുണി പർച്ചേസ് ചെയ്യുന്നത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി, മിഹ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്ഥാപനമാണെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാം. ഒരു ഓൺലൈൻ ബിസിനസ്, ഓൺലൈനിലുള്ള എൻ്റെ കസ്റ്റമർ ബെൽറ്റിനെ എനിക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറിൽ നടക്കുന്ന സെയിലിന് എനിക്ക് അതും ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റിൽ ഞാൻ എറണാകുളത്ത് ലോഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഡെയിലി എനിക്ക് ഈ വീഡിയോസ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും. ബിക്കോസ് ഞാൻ ടു മച്ച് ബിസി ആയി കഴിഞ്ഞാൽ ഓൺലൈനിലേക്ക് എത്രത്തോളം പ്രോഡക്റ്റുകൾ സെല് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഷോപ്പിൽ അതിനും മാത്രം
വാക്കിങ്സ് ഉള്ള ഒരു കേരളം മുഴുവനും ഒരു ദിവസം ഒരു 10 to 15 ബ്രൈഡ് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് ഒത്തിരി തിരക്കുള്ള ഒരു സ്റ്റോറാണ് എനിക്ക്. ഇവിടെ വന്ന് എടുക്കുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നാൽ കാണുന്നത് അത് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ അതിനകത്ത് കുറെ പേരുടെ ഇത് കണ്ടു, പ്രീ ബുക്കിംഗ് പ്രോഡക്റ്റ്. പ്രീ ബുക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല. പ്രീ ബുക്കിംഗ് മീൻസ് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടു, ഞാനൊരു 500 പീസാണ് കൊണ്ടുവന്ന, ആ 500 പീസും തീർന്നു പോയാൽ അതിനകത്ത് ഭൂരിഭാഗം കമൻസും പ്ലീസ് റീസ്റ്റോക്ക് അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് എടുക്കുമെന്ന് കസ്റ്റമർ തന്നെ കമൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ഇട്ടൊരു വീഡിയോ ആണ്, ഞാൻ കാണിച്ചെടുക്കട്ടെ, ഒന്നെടുക്കട്ടെ. അത് ഞാൻ ഇന്ന് കുറച്ച് ഇമോഷണൽ അല്ല, എനിക്കത് ചെയ്യാത്ത കാര്യം പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടോ, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. 7 മണിക്കൂർ മുന്നേ അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോയിൽ 109 കമൻസ്, 109 കമൻസ് വന്നിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ഓഫ് ദ കമൻറ്റ് റീസ്റ്റോക്ക് കൊണ്ടുവരുമോ, ഹൗ മെനി ഡേയ്സ് ഇറ്റ് വിൽ ടേക്ക്, റെഡ് ഫിനിഷ്ഡ്, പ്ലീസ് റീസ്റ്റോക്ക്. കണ്ടോ, സ്ലിറ്റഡ് കൂടി ആഡ് ചെയ്യൂ പ്ലീസ്. കണ്ടോ, പ്ലീസ് റീസ്റ്റോക്ക് ബ്ലാക്ക്, പ്ലീസ് റീസ്റ്റോക്ക്. ഇതെല്ലാം റീസ്റ്റോക്ക് പറഞ്ഞിട്ടുള്ള കമൻസ് ആണ്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് എന്നുള്ള ലെവലിൽ ഞാനത് എന്ത് ചെയ്യും, ഫാബ്രിക് ബുക്ക് ചെയ്യും, എംബ്രോയിഡറിക്ക് ആളുകളെ സെറ്റ് ചെയ്യും, അവരുടെ കയ്യിൽ നിന്നുള്ള പേയ്മെന്റ് മേടിച്ച്. കാരണം എനിക്ക് ഇത്രയും ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ബൾക്ക് വോളിയം കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ പ്രീ ബുക്കിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ ടേൺ ഓവർ കൂട്ടി മാർജിൻ കുറച്ചൊരു മീഡിയം റേഞ്ചിൽ കസ്റ്റമർക്ക് അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വാവ് പ്രൊഡക്ട്സ്. അല്ലാണ്ട് ഞാൻ പുറത്ത് 1000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 4000 രൂപ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുക്കൂല. പുറത്തൊരു 1000 റുപ്പീസ് വാല്യൂ ഉള്ളത് നമ്മളൊരു 800 രൂപയ്ക്ക് കൊണ്ടുവരുമ്പോൾ കസ്റ്റമറിനും തോന്നും ഇത് വാല്യൂ ആണ്. ഇപ്പൊ നമ്മളൊരു സൽവാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ 1 മാസം വെയിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഇന്നും ഇല്ലേ? ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്താ ചെയ്യണം, അതിന്റെ ഫാബ്രിക്, അതായത് ചിലപ്പോൾ ഒരു കളറിൽ നമുക്ക് പോയിട്ടുണ്ടാവുക 1500 പീസസ് ആയിരിക്കും, അല്ലെങ്കിൽ 2000 പീസസ് ആയിരിക്കും. 2000 പീസ് എന്ന് പറയുമ്പോൾ ഒരു ഫാബ്രിക്കിന് 5 മീറ്റർ വേണമെങ്കിൽ 10000 മീറ്റർ ആണ് ഒരു കളറിൽ ബുക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ നേരിട്ട് പോകേണ്ടത് മില്ലുകളിലാണ്. 10000 മീറ്റർ ഒരു മാനുഫാക്ചറോ റീറ്റെയിലറോ എനിക്ക് ഒരു ഹോൾസെയിലറോ സപ്ലൈ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇതിന് ഡയറക്റ്റ് നമ്മൾ ജോർജറ്റ് ആണെങ്കിലും സിൽക്ക് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മില്ലുകളിൽ പോയി, മില്ലുകളിൽ എങ്ങനെ റെഡി പേയ്മെന്റ് ആണ്. നമ്മൾ 10,000 മീറ്ററിനുള്ള പേയ്മെന്റ് കൊടുക്കുന്നു, എംബ്രോയിഡറി വാങ്ങിക്കാനുള്ള പേയ്മെന്റ് ഉടനെ തന്നെ ആ ഒരു ഹാൻഡ് വർക്കിംഗ് ടീമിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സ് ആരാണോ പീസ് റേറ്റ് ചെയ്ത് തരുന്നത് അവർക്ക് ക്യാഷ് 10000 പീസൊന്നും ഒരുമിച്ച് താങ്ങാനുള്ള, അല്ലെങ്കിൽ ഒരു 2000 പീസ് ഒരുമിച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഹാൻഡ് വർക്കേഴ്സിനൊക്കെ ആദ്യമേ പൈസ കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ ഞാൻ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെ 100% ജെന്യൂൻ ആയിട്ടുള്ള കേസസ്. എന്നെ പറ്റി കൂടുതൽ അറിയാവുന്നവരോ അല്ലെങ്കിൽ എന്നെ പോലെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് പേർക്കെങ്കിലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പ്രീ ബുക്കിംഗ് എടുക്കുന്ന കസ്റ്റമറുടെ ഡിമാൻഡ്സ് കാണുമ്പോഴാണ്. അതിൽ തന്നെ ചില സമയത്ത് ചില കസ്റ്റമേഴ്സ് ന്യൂഹ കിട്ടിയില്ല, പ്ലീസ് പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ബനാറസി സാരി, കാഞ്ചീരം സാരി, അല്ലെങ്കിൽ സെമി സിൽക്ക് സാരി, സോഫ്റ്റ് സിൽക്സ് ഒക്കെ എടുക്കുമ്പം എനിക്കറിയാം ഇതൊരു ഭാഗ്യം പോലെ. 30 ഡേയ്സ് ആണ് വീവർ പറയണമെങ്കിൽ കൂടി ഒരു ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തമിഴ്നാട്ടിൽ മഴയാണെങ്കിൽ വീവ് ചെയ്ത് വന്ന സാരികളൊക്കെ ഉണങ്ങാതെ അവർക്ക് ഫോൾഡിങ് പറ്റത്തില്ല. ഉണങ്ങാതെ എങ്ങനെ ഉണങ്ങും? കാരണം മഴ പെയ്യുകയാണെങ്കിൽ. അപ്പോൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ബനാറസിൽ നിന്ന് വരുന്നതാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആ ട്രാൻസ്പോർട്ടേഷൻ മുടങ്ങും. ഇതിനിടയ്ക്ക് ആ വീവറിന്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ നമ്മൾ എന്താ പറയുക, ഒത്തിരി സർവൈവ് ചെയ്തും ഒത്തിരി ഫേസ് ചെയ്തുമാണ് ഓരോ പ്രോഡക്ട്സും കൊണ്ടുവരുന്നത്. ഇന്ന് ഈ സൗത്ത് ഇന്ത്യയിൽ, നോട്ട് ഇൻ കേരള, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാഴ്സൽസ് ഈ ക്ലോത്തിങ് ഫീൽഡിൽ പോണത് എൻ്റെ സ്റ്റോറാന്നുള്ള കാര്യം എനിക്ക് 100% ഗ്യാരണ്ടിയിലാണ്. ഞാൻ പറയത്തില്ലേ, ഞാനൊരു ലോങ് ടേം ബിസിനസ് ആണ് എക്സ്പെക്ട് ചെയ്യണത്. അപ്പോൾ എനിക്കിന്ന് ഏറ്റവും സങ്കടമായൊരു കാര്യം, സങ്കടമല്ല, എനിക്ക് കണ്ടിട്ട് ചിരിയും അതിശയം തോന്നുന്നു. ഞാൻ ഇന്ന് സ്റ്റോറിൽ വന്നപ്പോൾ ഒരാൾ അയച്ചു തന്നതാണേ ഒരു കമന്റ് ആണ് അതിനകത്ത്. അതിൽ തന്നെ ഒരു PR വർക്കാണ് എനിക്കെതിരെ. അതായത് PR വർക്ക് എന്തോടെ തന്നെ പറയാം, ഇങ്ങനെ ക്യാമ്പയിൻ. ഈ കമന്റ് ബോക്സിൽ അവരാൽ പറ്റിക്കപ്പെട്ടവർ എത്രയാണെന്ന് നമുക്ക് കാണാം. ഒരു ജിത് നായർ അങ്ങനെ എന്തോ ഒരു ഇതിൽ നിന്നാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് അവർക്ക് പണി കൊടുത്തൂടെ? ആരും ഒന്നിച്ച് നിൽക്കേണ്ട, എല്ലാവരും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇവിടെ ഉണ്ടാവും, ഞാൻ എവിടെ ഓടിപ്പോവില്ല, ഇവിടെ സ്റ്റോറിലുണ്ട്, ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും, ഇങ്ങോട്ട് വന്നാൽ മതി. They have opened shop in Dubai, next in Cochin. Yes, അതാ പ്രശ്നം. കമന്റുകാരൻ തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ദുബായിൽ ഞാനൊരു ബ്രാഞ്ച് സെക്കൻഡ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ കൊച്ചിയിൽ വരുന്നെന്ന് ഞാൻ പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് ഈ സൈബർ ബുള്ളിങ്. ഞാൻ കൊച്ചിയിൽ വരും, കേരളം മുഴുവനും ഒരു 3-4 വർഷത്തിനുള്ളിൽ എല്ലാ സ്ഥലത്തും ഞാൻ ബ്രാഞ്ച് ഇടും. അത് കഴിഞ്ഞിട്ട്, കാരണം അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഇന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്ത് വിചാരിച്ചാലും, ഇതിപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരാണെങ്കിലും ഒന്നും നടക്കത്തില്ല. ബിക്കോസ് മാനുഫാക്ചറിങ്ങിൻ്റെ ഏറ്റവും ഡെപ്ത് പോയി കണ്ട് ആ ലെവലിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവളാണ് ഞാൻ. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ചെയ്തു വെച്ച സാധനങ്ങൾ കൊണ്ടൊന്ന് സെല് ചെയ്യുന്ന ആളല്ല ഞാൻ. പിന്നെ അതെ, ആൻഡ് ദേ ഹാവ് ഓപ്പൺഡ് ഷോപ്പ് ഇൻ ദുബായ്, നെക്സ്റ്റ് ഈസ് ഇൻ കൊച്ചിൻ.
നമ്മളെ പറ്റിച്ചു മിടുക്കിയായി നടക്കുന്നത് അനുവദിച്ചുകൂടാ. ഇത് കമന്റ് ഇട്ട ചേട്ടനോടാണ്. ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ആരെയും പറ്റിച്ചിട്ടുമില്ല. എൻ്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന പാഠം അതുമല്ല. എൻ്റെ ലൈഫിലെ സത്യസന്ധത വെച്ചിട്ടാണ് ഇന്ന് ഈ നില വരെ ഞാൻ എത്തിയത്. ഞാൻ സീറോയിന്ന് ഞാൻ സർവൈവ് ചെയ്ത വഴികളെ പറ്റി ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ലേഡീസിനാവട്ടെ, ലേഡീസ് തന്നെയല്ല ജെൻസിനാവട്ടെ, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനേ ആവത്തുള്ളൂ. ഒരാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഓർത്തിട്ട്. സാധാരണ ലെവലിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഞാൻ ഇന്ന് ഇത്രയൊക്കെ ആയത് എൻ്റെ മിടുക്ക് കൊണ്ട് തന്നെയാണ്. അല്ലാതെ നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിടുക്കാവില്ല. ഒരിക്കലും ഇതൊന്നും എനിക്ക് ആക്കിയെടുക്കാനും പറ്റില്ല. ഇനി ഞാൻ ആകാനിരിക്കുന്ന പൊസിഷനും വേറെയാണ്. അപ്പോൾ ബൈ ദ വേ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ കമന്റിൽ തന്നെ ഇന്റൻഷൻ ഉണ്ട്. ഇത് PR വർക്ക് ഓർ ക്യാമ്പയിൻ ആണ് ഈ ഹാർഡ് ഡിസൈൻസിനെതിരെയും എൻ്റെ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെയൊക്കെ നടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ കാരണം, നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് ഒരു ചെറിയ പേടിയെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളുടെ പൈസ, നിങ്ങൾ മുടക്കിയ പൈസയ്ക്കുള്ള പ്രോഡക്റ്റ് സേഫ്ലി നിങ്ങളുടെ കയ്യിൽ ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും. ഒരാളുടെ പൈസയും എവിടെയും പോവില്ല. പിന്നെ ആർക്കാണ് എന്നെ പറ്റി കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ കമന്റ്സ് ഞാൻ കണ്ടു. അവരുടെയൊക്കെ അടുത്ത് ഞാൻ ഓർഡർ ID ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് ജെന്യൂനിറ്റി എന്താണെന്നുള്ളത്. പിന്നെ ഒരു 20% ആളുകളെങ്കിലും ഇപ്പൊ ഷോപ്പിൽ വന്ന് ചില ആളുകൾ, ഇപ്പൊ ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ കരിയറിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചില ആളുകൾ 5 വട്ടമെങ്കിലും ക്ലോത്ത് മാറാൻ വരും. ശരിയല്ലേടാ? അവർക്കത് തൃപ്തിയാവില്ല. ഒരു പ്രാവശ്യം വന്നു കൊണ്ടുപോയി, അയ്യോ വീട്ടിൽ അമ്മയ്ക്ക് ഇഷ്ടമായില്ല, പിന്നെയും തിരിച്ചു കൊണ്ടുവരും. അനിയത്തി പറഞ്ഞു ഇവിടെ പിടുത്തമാണെന്ന്. അത് ചിലരുടെ നേച്ചറാ. പല ആളുകൾ അങ്ങനെയുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ ഓൺലൈനിലും. ചിലർക്ക് എടുത്തു കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു അയ്യോ ഇത് വേണ്ടായിരുന്നു, ഇതിന് ക്വാളിറ്റി ഇല്ല. അത് മനുഷ്യ സഹജമാണ്. മനുഷ്യന്മാരായ എല്ലാവരും അങ്ങനെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ കൺഫേംഡ് ആയിട്ടുള്ളവരെ എടുക്കാവുള്ളൂ. വൺസ് ഡെസ്പാച്ച് ചെയ്ത ഒരു ഐറ്റവും എക്സ്ചേഞ്ച് റിട്ടേൺ ഉണ്ടാവില്ല. സ്റ്റോറിൽ വന്ന് എടുത്തിട്ടുള്ള ആളുകൾ തിരിച്ചു കൊണ്ടുവരുന്നു 4-5 പ്രാവശ്യവും. ഒരു പ്രാവശ്യം മാർക്ക് കൊടുത്ത് സെക്കൻഡ് ടൈം ഇവിടെ എക്സ്ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അതൊക്കെ മനുഷ്യ സഹജം. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓൺലൈനിലും ഉണ്ടാവാം. പിന്നെ ഗൂഗിൾ റിവ്യൂസ്, കുറേ പെയ്ഡ് റിവ്യൂസ് ഉണ്ട്. ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ബൂസ്റ്റിംഗ് നടക്കുന്ന കാലത്ത് വെറും ഒരു 25,000 അല്ലെങ്കിൽ നിയർ ബൈ 1 lakh മുടക്കി കഴിഞ്ഞാൽ എൻ്റെ ഗൂഗിൾ റേറ്റിംഗ് 4.9 ആക്കി തരാൻ ടെക്നിക്കൽ ടീംസ് ഉള്ള നാടാണിത്. ഇന്ത്യ പോലുള്ള നാട്. ഇന്ത്യ തന്നെ ലോകത്ത് എവിടെ ഇരുന്നാലും എൻ്റെ അടുത്ത് എത്ര പേര് വരുന്നുണ്ട്, മാഡം 4.9 ആക്കി തരാം, എല്ലാം ബെസ്റ്റ്. ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് എൻ്റെ പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട് ഇവിടെ വന്ന് അവർ ഫീൽ ചെയ്ത് മൗത്ത് പബ്ലിസിറ്റി കൂടിയിട്ടാണ് എനിക്ക് സെയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഞാൻ അതന്നെ എക്സ്പെക്ട് ചെയ്യണം, മൗത്ത് പബ്ലിസിറ്റി. അല്ലാണ്ട് ഞാൻ കോടികളൊന്നും അഡ്വർടൈസ്മെന്റിനൊന്നും ഇന്ന് വരെ മുടക്കിയിട്ട് പോലുമില്ല. അപ്പോൾ ഗൂഗിൾ റിവ്യൂലാണെങ്കിലും ചിലർ ദേഷ്യത്തിന് പോയി ചെയ്യും, ചിലത് സോൾവ് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിലും അവർക്ക് അമർഷം ഉണ്ടാവുമല്ലോ, സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കസ്റ്റമർ കെയറിലിരിക്കുന്ന കുട്ടികൾ റെസ്പോണ്ട് ചെയ്തവേ അവർക്ക്. പല വീടുകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളല്ലേ. നമ്മൾക്ക് CCTVയിൽ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയും, കസ്റ്റമർ നമ്മളെ വിശ്വസിച്ച് തരണം. 1 രൂപയാണെങ്കിലും വളരെ നല്ല പെരുമാറും. പക്ഷെ എപ്പോഴും എനിക്ക് അവരുടെ കൂടെ പോയി ഇരിക്കാൻ പറ്റും. അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നും നമുക്കറിയില്ല. എന്നാലും ഞാനൊരു പുതിയ സിസ്റ്റം വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ. ഹെഡ്ഫോൺ വെച്ചാൽ എനിക്ക് കേൾക്കാം. അത്രയൊക്കെ ഞാൻ തരുന്നുണ്ട്. പിന്നെ മിസ്റ്റേക്കുകൾ എനിക്കും എൻ്റെ ടീമിൽ നിന്ന് ഉണ്ടായിപ്പോകും, ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് വരെ 100% ഞാനും എൻ്റെ ടീമും നല്ല പ്രോഡക്റ്റുകൾ വിറ്റ് ഉയർച്ചയിലേക്ക് എത്തുക എന്നുള്ള നല്ല വഴികൾ മാത്രമേ തേടിയിട്ടുള്ളൂ. മോശമായ ഒരു വഴിയും തേടിയിട്ടില്ല. പിന്നെ ഈ വീഡിയോ ഇട്ട ചേച്ചിമാരൊക്കെ ഓർക്കുക, ഇതെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ഞാനും ഇത് നടത്തുന്നത്. അത് മറ്റുള്ളവരുടെ പൈസ കൊണ്ടുപോയിട്ട് നശിപ്പിക്കണം, നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കണം, പറ്റിക്കണം എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയല്ല. ഞാനും മെച്ചുവേർഡ് ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും വർഷങ്ങൾ കൊണ്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്ന, വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്ന ലേഡിയാണ് ഞാനും. പിന്നെ കൊച്ചിൻ പോലൊരു സ്ഥലത്ത് ലോഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സൈബർ ബുള്ളിങ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. നിങ്ങൾ ഇപ്പം എനിക്ക് സൈബർ ബുള്ളി ചെയ്യുന്നവരോടൊന്നും ഒന്നും പറയാനില്ല. എൻ്റെ കസ്റ്റമേഴ്സിനോടേ പറയാനുള്ളൂ, നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്. ഇതിനുള്ള ആൻസർ കൊടുക്കേണ്ടത് നിങ്ങളാണ്. എന്നെ വിശ്വാസമുള്ളവർ മാത്രം എൻ്റെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുക. അതല്ലാത്ത ആളുകൾ എടുക്കണ്ട. ഞങ്ങളുടെ പേജ് അൺഫോളോ ചെയ്തു പോയാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്ന 5 പേരെങ്കിലും 5 പേർ, 10 പേരെങ്കിലും 10 പേർ, അത് മതി. അതാണ് എൻ്റെ ട്രസ്റ്റ്, അതാണ് എൻ്റെ സ്ട്രെങ്ത്. താങ്ക് യു സോ മച്ച്.